നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. പാനൂരിൽ ആത്മഹത്യക്ക് ശ്രമിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച ആദിത്യ അനിൽകുമാറിന് കണ്ണീരിൽ കുതിർന്ന വിട. കുറ്റാരോപിതനായ മനേക്കര സ്വദേശി ശരൺ അറസ്റ്റിൽ. തലശ്ശേരി ചിറക്കര KTP മുക്കിൽ ബുള്ളറ്റ് ബസ്സുകളിലിടിച്ച് യുവാവിന് പരിക്കേറ്റത് പാനൂർ പാത്തിപ്പാലം ചെട്ടിയന്റെവിട റിഷാലിന്. തലശ്ശേരി അമൃത വിദ്യാലയത്തിൽ നവീകരിച്ച സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ലാബിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച. 2000 അടി ചതുരശ്ര വിസ്തൃതിയിലൊരുക്കിയ ലാബ് കേരളത്തിലെ ഏറ്റവും വലിയ സ്കൂൾ തല സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ലാബുകളിലൊന്ന്. മണ്ണിലൊരു തളിര് മനസ്സിനൊരു കുളിര് എന്ന പേരിൽ തലശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ ആരംഭിച്ച മട്ടുപ്പാവ് കൃഷിക്ക് 6ാം ഘട്ടത്തിന് തുടക്കം. ഓണത്തിന് വിളവെടുക്കുന്നതിനായി 300 ചെടിച്ചട്ടികളിൽ ചെണ്ടുമല്ലി, വാടാർമല്ലി എന്നിവ കൃഷി ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. പാനൂരിൽ ആത്മഹത്യക്ക് ശ്രമിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച ആദിത്യ അനിൽകുമാറിന് കണ്ണീരിൽ കുതിർന്ന വിട. സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതനായ മനേക്കര സ്വദേശി ശരണിനെ പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ശരണിന്റെ മർദ്ദനത്തെ തുടർന്നാണ് ആദിത്യ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് കാണിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. കണ്ണൂർ സർവകലാശാലയിലെ ഗസ്റ്റ് അധ്യാപിക ആദിത്യ അനിൽകുമാറാണ് കഴിഞ്ഞ ഞായറാഴ്ച ജീവനൊടുക്കാൻ ശ്രമിച്ചത്. രാത്രി വീട്ടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടി കഴിഞ്ഞ 4 ദിവസമായി ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച വൈകിട്ട് 4ഓടെയാണ് മരിച്ചത്. മനേക്കരയിലെ ആൺസുഹൃത്ത് ശരൺ മർദ്ദിച്ചതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിലാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു. നമ്മുടെ സംശയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ്, കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് കുട്ടി ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്ന് തലശ്ശേരി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് കുട്ടിയുടെ സ്ഥിതി മോശമായതുകൊണ്ട് നമ്മൾ മിംസ് ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് ഡോക്ടർമാർ പരിശോധിച്ച് പോലീസിൽ റിപ്പോർട്ട് നൽകിയതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ആദിത്യയുടെ വീട്ടിലെത്തുകയും അമ്മയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഡോക്ടറുടെ ഒരു റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ശരീരമാസകലം അവിടെ ഒരു ആൺ സുഹൃത്ത് മർദ്ദിച്ച് അവശയാക്കിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാനസിക നിലയുടെ ഭാഗമായിട്ടാണ് കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കൊലപാതകത്തിനോട് അടുപ്പിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കൊല്ലുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അത്രയും ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്ത ആദിത്യക്ക് നീതി കിട്ടണം. ശക്തമായ അന്വേഷണം നടത്തി ഇതിൻ്റെ യഥാർത്ഥ വസ്തുത ശരൺ അടിച്ചു പരിക്കേൽപ്പിച്ചതായി ആദിത്യയുടെ അമ്മയും പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മനേക്കരയിൽ തന്നെ മറ്റൊരു വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ശരണിനെ പാനൂർ പോലീസ് പിടികൂടിയത്. ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇയാളെ പിടികൂടാൻ സഹായിച്ചത്. പരിയാരത്ത് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച ആദിത്യയുടെ മൃതദേഹത്തിൽ നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് 5 മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. തലശ്ശേരി ചിറക്കര KTP മുക്കിൽ ബുള്ളറ്റ് ബസ്സുകളിലിടിച്ച് യുവാവിന് പരിക്കേറ്റു. കാലിന് പരിക്കേറ്റ ബുള്ളറ്റ് യാത്രികൻ പാനൂർ പാത്തിപ്പാലം ചെട്ടിയന്റെവിട റിഷാലിനെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
രാവിലെ 11:30 അപകടം. തലശ്ശേരി ടൗണിലേക്ക് പോവുകയായിരുന്ന റിഷാൽ കൂത്തുപറമ്പ് ഭാഗത്തു നിന്ന് വരുന്ന നളിനം ബസ്സിലിടിച്ച ശേഷം നിയന്ത്രണം വിട്ട് മറ്റൊരു ബസ്സായ നബീൽ ബസിന്റെ അടിയിൽപ്പെടുകയായിരുന്നു. ബസിന്റെ അടിയിൽപ്പെട്ട റിഷാൽ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നബീൽ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഉടൻ റിഷാലിനെ പരിസരത്തുള്ളവർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തലശ്ശേരി യൂണിറ്റ് അഗ്നിരക്ഷാ സേനയെത്തിയാണ് ബസിന്റെ അടിയിലകപ്പെട്ട ബുള്ളറ്റ് പുറത്തെടുത്തത്. ബുള്ളറ്റിനും നളിനം ബസ്സിനും കേടുപാടുകൾ സംഭവിച്ചു. ബുള്ളറ്റിൽ നിന്ന് ഓയിലും റോഡിൽ പരന്നിരുന്നു. അപകടത്തെ തുടർന്ന് അല്പസമയം ഗതാഗത തടസ്സവും നേരിട്ടു. തലശ്ശേരി അമൃത വിദ്യാലയത്തിൽ നവീകരിച്ച സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ലാബിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. 12:30 ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് IAS ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സ്കൂൾ ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2000 ചതുരശ്ര അടി വിസ്തൃതിയിൽ ഒരുക്കിയിരിക്കുന്ന ലാബ് കേരളത്തിലെ ഏറ്റവും വലിയ സ്കൂൾ തല സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ലാബുകളിൽ ഒന്നാണ്. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഷൈനി ഹരിദാസ് മുഖ്യാതിഥിയാകും. സ്വാമി അമൃത കൃപാനന്ദപുരി അധ്യക്ഷത വഹിക്കും. AI സാങ്കേതികത്വം ഉൾപ്പെടെ പുതുതലമുറയ്ക്ക് ആവശ്യമായ നവീന സാങ്കേതിക വിദ്യയിലാണ് ലാബ് സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ സമാരാധ്യാമൃത ചൈതന്യ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. എന്തായാലും 2017 തലശ്ശേരി അമൃത വിദ്യാലയത്തിൽ 2000-ഓളം സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലുള്ള എട്ടൽ ടിങ്കറിംഗ് ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്തത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടോടുകൂടിയായിരുന്നു അന്നത് സ്ഥാപിച്ചത്. എന്നാൽ 10 വർഷങ്ങൾക്കിപ്പുറം ഞങ്ങൾ ആ യാത്ര തുടർന്നപ്പോൾ ഇന്നത്തെ ഈ ജനറേഷന് ആവശ്യമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ടെക്നോളജി, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ പുതിയ പുതിയ മേഖലകൾ കുട്ടികളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇതിനെ നവീകരിച്ചിട്ടുള്ള സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ലാബ് എന്ന ഒരു പുതിയ തലത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. ആ പുതിയ നവീകരിക്കപ്പെട്ടിട്ടുള്ള സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ലാബിൻ്റെ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12:30 മണിക്ക് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടർ ശ്രീ വിഷ്ണുരാജ് സർ നിർവഹിക്കുന്നതാണ്. ക്രീസ് പാർക്ക് സ്റ്റെം ഇന്നോവേഷൻ ലാബ് ഡയറക്ടർമാരായ TP റിലേഷ്, TA ഷിംജ, കോർഡിനേറ്റർ AP നിമിഷ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ലാബിൻ്റെ വിശദമായ കാര്യങ്ങൾ ചുരുങ്ങിയ രീതിയിൽ പറയുമ്പോൾ ഒരു ഞങ്ങളുടെ ഒന്നാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു കരിക്കുലമുണ്ട്. അതിൻ്റെ അകത്ത് ഓരോരോ ക്ലാസ്സിലുമുള്ള സബ്ജക്റ്റുകൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ 7ഓളം സബ്ജക്റ്റുകൾ അടങ്ങിയ ഒരു കരിക്കുലമാണ്. അതിൻ്റെ അകത്ത് വരുന്ന മുഖ്യമായ വിഷയങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, ഡിസൈൻ തിങ്കിങ്, 3D പ്രിൻറ്റിംഗ്, ഡ്രോൺസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഇതിൻ്റെ ഒരു വിശദമായ ഒരു 80% പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കരിക്കുലമാണ്. അതിന് വേണ്ട കിറ്റുകൾ, അതിനാവശ്യമായിട്ടുള്ള എല്ലാ പഠന സൗകര്യങ്ങളോടും കൂടിയ ഒരു 2000-ഓളം സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലുള്ള ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ
ലാബുകളിൽ ഒന്നായ അമൃതയുടെ തലശ്ശേരി അമൃത വിദ്യാലയം തലശ്ശേരി നാളെ അതിൻ്റെ റിനോവേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഉദ്ഘാടനമാണ് നാളെ. മണ്ണിലൊരു തളിര് മനസ്സിനൊരു കുളിര് എന്ന പേരിൽ തലശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ ആരംഭിച്ച മട്ടുപ്പാവ് കൃഷിയുടെ 6ാം ഘട്ടത്തിന് തുടക്കമായി. ബാങ്കിന്റെ തലശ്ശേരിയിലുള്ള ഹെഡ് ഓഫീസ് മട്ടുപ്പാവിലാണ് ഓണത്തിന് വിളവെടുക്കുന്നതിനായി 300 ചെടിച്ചട്ടികളിൽ ചെണ്ടുമല്ലി, വാടാർമല്ലി എന്നിവ കൃഷി ചെയ്യുന്നത്. നടീൽ ഉദ്ഘാടനം പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷർലി നിർവഹിച്ചു. എന്നെ ഇവിടെ ക്ഷണിച്ചത് തന്നെ ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഞാനിവിടെ 23 വർഷത്തോളം ബാങ്കിൽ ഡോക്യുമെൻ്റ് റൈറ്ററായിട്ട് തലശ്ശേരി തൊട്ടിട്ട് ഉണ്ടായിട്ടുള്ള ആളാണ്. എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടത്തെ ബാങ്ക് കീഴന്തിമുക്കിൽ ഒരു വീട്ടിലായിരുന്നു പണ്ട് ബാങ്ക്. ആ സമയത്താണ് ഞാൻ PG കഴിഞ്ഞ ഉടനെ പാട്യംസിൽ കേരള കോളേജിൽ പഠിപ്പിക്കുന്ന അവസരത്തിൽ എൻ്റെ അച്ഛനായിരുന്നു ഇവിടെ ഗഹാൻ ചെയ്യാനിരുന്നത്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കീഴന്തിമുക്കിലെ ബാങ്കിൽ എത്തിയതായിരുന്നു. കുറച്ച് ദിവസങ്ങളൊക്കെ വന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാവരും ഞാനിപ്പോൾ ഒന്ന് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ വന്നെത്തിയ നിമിഷം തന്നെ ഒരു തറവാട്ടിലേക്ക് എത്തിച്ചേർന്ന പോലെ എനിക്ക് തോന്നി. കാരണം എല്ലാവരെയും കാണുന്നത് ഭയങ്കര സന്തോഷം. കുറേ നാൾ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവരെ ഇവിടുന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് എല്ലാവരെയും വിളിക്കുന്നില്ലെങ്കിലും ഞാൻ വിളിക്കുന്ന അവസരത്തിൽ ഏറ്റവും അടുത്തുള്ള ഇന്നലെ പിരിഞ്ഞ പോലെ സംസാരിക്കുന്ന ആളുകളാണ് എല്ലാവരും ഉള്ളത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമാണ്. എനിക്ക് പിന്നെ കൂടെ പറയാനുള്ളത്, പൊതുജനങ്ങളുമായിട്ട് ഏറ്റവും ഞാൻ ഇടപെട്ട് തുടങ്ങിയത് ഈ ബാങ്കിൽ വന്നതിന് ശേഷമാണ്. ശരിക്കും പറഞ്ഞാൽ പാനൂര്, തൃപ്പങ്കോട്ടൂര്, കടവത്തൂര്, പൊയിലൂര്, കൊളവല്ലൂര് ആ മേഖലകളിലുള്ള ജനങ്ങളാണ്. ഞാനിപ്പോൾ ചിലപ്പോൾ ആ ഭാഗത്തുള്ള എവിടെയെങ്കിലും സന്ദർഭവശാൽ എത്തിപ്പെട്ടാലും ആരെങ്കിലും ഒരാൾ എനിക്ക് അറിയുന്ന ഒരാൾ ഉണ്ടാവും എന്നുള്ളത് ഈ ബാങ്കിൽ വന്നിട്ടുള്ള കസ്റ്റമറുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. അത് ഞാൻ എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എല്ലാ ജനങ്ങളോടും നല്ല രീതിയിൽ ഇടപെടാൻ വേണ്ടിയിട്ടും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതും എനിക്ക് എൻ്റെ ഒരു ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു അടിത്തറ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയാനുള്ളത്. ബാങ്ക് പ്രസിഡന്റ് എ അശോകൻ അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയിൽ അത്യാവശ്യം ഇടപെടാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ പരിമിതി നമുക്കറിയാം. ഒരു ധനകാര്യ സ്ഥാപനം അവരുടെ ജോലിക്ക് ശേഷം ജീവനക്കാർ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ആ കൂട്ടായ്മേൻ്റെ ഇതിൽ 3ാം നിലയിലാണ് ഒരു 3 വർഷമായി തുടർച്ചയായിട്ട് ഇവിടെ പച്ചക്കറി കൃഷി, ചെണ്ടുമല്ലി അങ്ങനെയുള്ളത് ചെയ്തു വരുന്നത്. ഇപ്പോൾ കാർഷിക വികസന ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ 5 കാർഷിക വികസന ബാങ്കുകളിൽ ഒരു കൺസോർഷ്യം ഉണ്ടാക്കിക്കൊണ്ട് ജയിലിലെ മനുഷ്യാധ്വാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റെല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിലാണ് അന്ന് കൃഷി ആരംഭിച്ചത്. നല്ല റിസൾട്ട്, ധാന്യങ്ങളും അതുപോലെ പച്ചക്കറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചെയ്തത്. തലശ്ശേരി കൃഷി ഓഫീസർ EP ജീവാനന്ദൻ മുഖ്യാതിഥിയായി. കൊയ്ത്തും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളും പാരിസ്ഥിതിക ഘടകങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ തീർച്ചയായും സാമ്പത്തിക വിനിമയത്തിന് പുറമെ ഒരു പ്രദേശത്തിൻ്റെ മൊത്തം വികസനത്തിന്, ഒരു പ്രദേശത്തിൻ്റെ മൊത്തം മനസ്സിന് ആരോഗ്യം നൽകുന്ന, ശരീരത്തിന് ആരോഗ്യം നൽകുന്ന കാർഷിക പ്രവൃത്തിയിലേക്ക് ഒരു ധനകാര്യ സ്ഥാപനം ഇറങ്ങുക എന്നുള്ളത് അത് വളരെ വിലപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മുടെ നാട്ടിൽ നൽകുന്നത്. ഒന്നാമത് നമുക്കറിയാം, നമ്മളെല്ലാവരും കൃഷിയുടെ പ്രാധാന്യവും നമ്മൾക്ക് ആരോഗ്യത്തിന് നമ്മൾ സ്വന്തമായി ചെയ്യുന്ന കൃഷി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും നമ്മുടെ നാട്ടിലെ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്ന രോഗാവസ്ഥകളും എല്ലാറ്റിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കൃഷി ചെയ്യാനാവുന്നില്ല. ബാങ്ക് വൈസ് പ്രസിഡന്റ് TP ശ്രീധരൻ, ഡയറക്ടർ NR സക്കീന, സംസ്ഥാന കാർഷിക വികസന ബാങ്ക് റീജിയണൽ മാനേജർ ജിതിൻ ലാൽ എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി PV ജയൻ സ്വാഗതവും ബ്രാഞ്ച് മാനേജർ PM ഹരിപ്രസാദ് നന്ദിയും പറഞ്ഞു.
ഓണത്തിന് വിളവെടുക്കുന്നതിനായി 300 ചെടിച്ചട്ടികളിൽ ചെണ്ടുമല്ലി, വാടാർമല്ലി എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. വായനാ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പാനൂർ UP സ്കൂളിൽ കെ തായാട്ട് റീഡിംഗ് കോർണർ ഒരുക്കി. സ്കൂളിലെ 1982-83 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് മികച്ച വായനാനുഭവം ഒരുക്കുന്നതിനായി റീഡിംഗ് കോർണർ സജ്ജമാക്കിയത്. റീഡിംഗ് കോർണറിന്റെ ഉദ്ഘാടനം കെ തായാട്ടിന്റെ മകനും സാഹിത്യകാരനുമായ രാജേന്ദ്രൻ തായാട്ട് നിർവഹിച്ചു. വായനയിലൂടെ അറിവും ചിന്താശേഷിയും വളർത്തേണ്ടതിന്റെ പ്രാധാന്യം ഉദ്ഘാടന പ്രസംഗത്തിൽ രാജേന്ദ്രൻ തായാട്ട് വിശദീകരിച്ചു. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും പുസ്തകങ്ങളോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കുന്നതിനും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഏറെ സഹായകരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും എന്ന് തുല്യ മാഷ് പറയുന്നു. അവിടെ ഒരു സിനിമ പാട്ടുണ്ട്, ചിരിച്ചാലും മരിക്കും കരഞ്ഞാലും മരിക്കും എന്നാൽ പിന്നെ ചിരിച്ചൂടെ എന്ന് പറയുന്നത് പോലെ വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, അവര് വായിക്കണം. പക്ഷെ അദ്ദേഹം അതിനുശേഷം 2 വരി പിന്നെയും കൂട്ടിച്ചേർത്തു. വായിച്ചു വളർന്നാൽ വിളയും, വായിച്ചു വളർന്നാൽ വിളയും. നിങ്ങൾ നെല്ല് കണ്ടിട്ടുണ്ടോ മക്കളെ? നെല്ല് കണ്ടിട്ടില്ലേ? ആ നെല്ല് കാണുമ്പോ അതിങ്ങനെ ഉലച്ചു നിന്ന് അത് നല്ല സ്വർണ്ണക്കല്ലോട് കൂടി വളഞ്ഞു നിൽക്കുന്നത് കാണാൻ ഭയങ്കര സുഖമാണ് അല്ലേ? അതേ പിന്നീ കൂടി ചേർത്തു. വായിക്കാതെ വളർന്നാൽ എന്താ ചെയ്യാ? വായിക്കാതെ വളർന്നാൽ വളയും. അപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ടത് നമുക്ക് വിളയണോ അല്ലെങ്കിൽ വളയണോ? ആർ ദിലീപ് രാജ് അധ്യക്ഷത വഹിച്ചു. ദിനേശൻ പച്ചോൾ, എസ് മിനിത, എം രാജീവൻ, EK സുനിൽകുമാർ, സി ഗീത, സരസു എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ വിദ്യാലയത്തിന്റെ വികസനത്തിനും വിദ്യാർത്ഥികളുടെ പഠന മികവ് വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായ നിരവധി പദ്ധതികൾ ഭാവിയിലും നടപ്പാക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ചടങ്ങിന്റെ ഭാഗമായി കെ തായാട്ട് രചിച്ച തെനാലിയിലെ കൊച്ചു തെമ്മാടി എന്ന പുസ്തകത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച ആസ്വാദന കുറിപ്പ് രചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി. അന്താരാഷ്ട്ര യോഗാ ദിനം പന്നൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ആഘോഷിച്ചു. യോഗ ഡാൻസ്, യോഗ പ്രദർശനം എന്നിവ നടന്നു. പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് നോയ ഉദ്ഘാടനം ചെയ്തു. നിലവിലെ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒരുപാട് സ്ഥലത്ത് യോഗ നടത്തി വരുന്നുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ചെയ്യുന്നവരല്ലാതെ, നമ്മൾ തുടക്കകാലത്തുള്ളവരല്ലാതെ പുതിയ ആളുകളെ നമുക്ക് ഇതിലേക്ക് ഇനി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം എന്നാണ് ആദ്യമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. യോഗ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു വ്യായാമമല്ല, മറിച്ച് ജീവിത ശൈലിയാണ് യോഗ. നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളതാണ് യോഗ. നമ്മുടെ സംസ്കാരവും പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ യോഗാ ദിനം നമ്മൾ ആചരിക്കുന്നത്. യോഗാ ദിനം ആചരിക്കുന്ന ആ ഒരു തീം വഴിയാണ് ഇത്തരത്തിൽ യോഗ നമ്മുടെ നാട്ടിൽ മൺമറയിൽ നിന്ന് പോയിടത്തു നിന്നും ഇത്രയധികം പ്രചാരത്തിലേക്ക് വരികയും ഒരുപാട് ആളുകൾ തിരിച്ച് യോഗയിലേക്ക് വരികയും അതിലൂടെ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ശാന്തി നമുക്ക് ലഭിക്കുന്ന രീതിയിലേക്കുള്ള നല്ലൊരു ജീവിത ശൈലി നിങ്ങൾ ആർജിച്ചെടുക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ യോഗാ ദിനം ആചരിക്കുവാൻ തുടങ്ങിയതിന് ശേഷമാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും ഉള്ളവരിലേക്ക് യോഗയുടെ പ്രാധാന്യം എത്തിക്കുവാൻ സാധിച്ചത് ഇത്തരത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം നമ്മൾ ആചരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസീല നൌഷാദ് അധ്യക്ഷത വഹിച്ചു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ രാജേഷ്, വാർഡ് അംഗങ്ങളായ KP ലീല, KK ജിൻഷ, NP രജനി, TP ഉമ്മർ, M സുജാത, HMC പ്രതിനിധി അബ്ദുൾ സലാം എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KV ചൈതന്യ സ്വാഗതവും യോഗ പരിശീലക ബേബി നിഷ നന്ദിയും പറഞ്ഞു.
തുടർന്ന് യോഗ ഡാൻസും യോഗ പരിശീലനവും നടന്നു. ദീർഘമായ ശ്വാസം ഉള്ളിലോട്ടെടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക്. ദീർഘമായ ശ്വാസം ഉള്ളിലോട്ടെടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക്. സാധാരണ ശ്വാസത്തിൽ ഇരിക്കാം. ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് റൊട്ടേറ്റ് ചെയ്യാം. നോർമൽ ബ്രീതിങ്. 1 2 ഇങ്ങോട്ട് 1. ഇതിൻ്റെ രണ്ടാമത്തേത് ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട്. ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക്. വായനാ ദിനത്തിൽ ഇന്റർ ലൈബ്രറി ലോൺ പദ്ധതിയുമായി പാനൂർ PR മെമ്മോറിയൽ ലൈബ്രറി പാനൂരിലെ വിദ്യാലയങ്ങൾക്ക് പുസ്തകങ്ങൾ നൽകി. വായനാ ദിനത്തിൽ ഇന്റർ ലൈബ്രറി ലോൺ പദ്ധതിയുമായി പാനൂർ PR ലൈബ്രറി പാനൂരിലെ വിദ്യാലയങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ പുസ്തകങ്ങൾ നൽകി. സ്കൂളുകളിൽ പുസ്തകങ്ങൾ വായനക്കെത്തിച്ച് വേറിട്ട മാതൃകയാവുകയാണ് പാനൂരിലെ PR ലൈബ്രറി. ഇന്റർ ലൈബ്രറി ലോൺ സ്കീം ലൈബ്രറി പ്രസിഡന്റും മുൻ മന്ത്രിയുമായ KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വേദാലക്ഷ്മിക്ക് ദിനോസർ ബോയ് എന്ന മനോഹരമായ ഒരു പുസ്തകമാണ്. നിങ്ങൾക്ക് വായിച്ച് ഉല്ലസിക്കാൻ വേണ്ടിയുള്ള മനോഹരമായ മറ്റൊരു നമ്മുടെ ഭൗതിക വ്യായാമത്തിന് നല്ലൊരു പുസ്തകം കൈമാറിക്കൊണ്ട് കുട്ടികളൊക്കെ തന്നെ വിവിധ പുസ്തകങ്ങൾ, ഈ പുസ്തകങ്ങൾ മാത്രമല്ല വിവിധ പുസ്തകങ്ങൾ വായിച്ച് മിടുക്കന്മാരും മിടുക്കികളുമായാൽ അവർക്ക് ലഭിക്കുന്നത് നല്ല സമ്മാനങ്ങളും പ്രോത്സാഹന സമ്മാനങ്ങളുമാണ്. അതിലൊക്കെ തന്നെയാണ് PR ലൈബ്രറിയാണ്. പാനൂരിലെ PR ലൈബ്രറിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പാനൂരിലെ മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളുള്ള ലൈബ്രറി ആയിട്ട് A+ ലൈബ്രറി ആയിട്ട് മാറിയിരിക്കുകയാണ്. A+ ലൈബ്രറി എന്ന് പറയുമ്പോൾ വളരെയധികം ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 13,000-ത്തിലധികം പുസ്തകങ്ങളുണ്ട്. 16,000 ആക്കണം എന്നതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഈ 2-3 മാസം കൊണ്ട് 16,000 പുസ്തകങ്ങളാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പുസ്തകങ്ങളുള്ള കൂടുതൽ പുസ്തകങ്ങളുള്ള ലൈബ്രറി ആയിട്ട് മാറും. അവിടെ നിങ്ങൾക്കൊക്കെ തന്നെ വരാം, നിങ്ങൾക്ക് വായിക്കാം, അവിടെ നിന്നും വായിക്കാം. അപ്പോൾ കുട്ടികൾ വായിച്ചുകൊണ്ടേയിരിക്കുക. ഈ മാസം കഴിഞ്ഞാൽ നിങ്ങളൊക്കെ തന്നെ അവിടെ വരണം, വിസിറ്റ് ചെയ്യണം. എല്ലാവരും വിസിറ്റ് ചെയ്തുകൊണ്ട് വായിച്ച് മിടുക്കന്മാരും മിടുക്കികളുമാകുക. സ്കൂൾ പ്രഥമാധ്യാപിക നളിനി മാവില അധ്യക്ഷയായി. ലൈബ്രറി സെക്രട്ടറി ജയചന്ദ്രൻ കരിയാട് പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി KK ഷിബിൻ, അബ്ദുള്ള മാസ്റ്റർ, ശ്രീജ M ചണ്ടയാട്, സിനി കുന്നത്തുപറമ്പ്, PR ലൈബ്രറി ലൈബ്രറിയൻ NP ദീപ്ന, NK സൈറ തുടങ്ങിയവർ സംബന്ധിച്ചു. KP സായന്ത് മാസ്റ്റർ സ്വാഗതവും ലൈബ്രറിയൻ NP ദീപ്ന നന്ദിയും പറഞ്ഞു. പാനൂർ UP സ്കൂൾ, പാനൂർ വെസ്റ്റ് UP സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലും ഇന്റർ ലൈബ്രറി ലോൺ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. 100 വീതം പുസ്തകങ്ങളാണ് വിദ്യാർത്ഥികൾക്കായി വിതരണം ചെയ്യുക. തുടർച്ചയായി 2ാം തവണയും CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച കസ്തൂർബ ഗാന്ധി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്നേഹാദരം നടത്തി. അഡ്വക്കേറ്റ് T. അശോക് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. MLA T. അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഞാനും എന്നേക്കാൾ ഉപരി നിങ്ങളെ പഠിപ്പിച്ച ഓരോ ടീച്ചർമാർക്കും അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു നിലയിലേക്ക് നിങ്ങൾ എന്തായാലും എത്തിച്ചേരണം. നിങ്ങളിൽ പലർക്കും ശ്രമിച്ചാൽ അതിൽ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നമ്മളൊക്കെ പഠിച്ച കാലഘട്ടമല്ലേ ഇത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഒരുപാട് കാര്യങ്ങൾ ഇനി മുന്നോട്ട് നോക്കി ചെയ്യാനുണ്ട്. നമ്മുടെ കാലത്തൊക്കെ കുടിവെള്ളം ഒരു ബോട്ടിലിൽ വാങ്ങിക്കുന്ന ഒരു കാലം അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഇന്ന് കുടിവെള്ളമൊക്കെ ബോട്ടിലിൽ പല രൂപത്തിലുള്ള ബോട്ടിലിൽ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. ഇനിയുള്ള കാലത്ത് നിങ്ങളൊക്കെ വളർന്നു വരുന്ന കാലത്ത് റോഡ് സൈഡിൽ ഏതെങ്കിലും വിധത്തിൽ ഓക്സിജൻ അടക്കം വിൽക്കുന്ന ഒരു കാലം വരും.
അതുകൊണ്ട് നിങ്ങൾ വെറും പഠിപ്പിൽ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ആദ്യം നമ്മളെ ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന പോലെ നമ്മൾ അമേരിക്കയിൽ എത്തുക, അല്ലെങ്കിൽ ഡോക്ടർ, എഞ്ചിനീയർ, കലക്ടറാകുക, അങ്ങനെയൊക്കെ വിട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നല്ലൊരു മനുഷ്യനാവണം. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം, കൂടെയുള്ളവരെ സ്നേഹിക്കണം. പ്രകൃതി നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോയിരിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിച്ച് പ്രകൃതിയെ നമ്മുടെ കാര്യത്തിൽ നമുക്ക് നിലനിൽക്കാൻ വേണ്ട വിധത്തിൽ പ്രകൃതിയെ കൊണ്ടുവരാനുള്ള ഒരു യജ്ഞം നിങ്ങൾ ഓരോ CEO M തനൂജ അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് പ്രധാനാധ്യാപിക ലിസി ഫെർണാണ്ടസ്, SMC ചെയർപേഴ്സൺ ജോഷ്ന, SMC അംഗം സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിശിഷ്ടാതിഥികൾ വിജയികൾക്കുള്ള മൊമെന്റോ വിതരണം നടത്തി. പ്രധാനാധ്യാപികയുടെ ചുമതല വഹിക്കുന്ന VP ഷമീദ സ്വാഗതവും CM നിഷ നന്ദിയും പറഞ്ഞു. പൊന്നം യുവജന സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ പഠനോപകരണ വിതരണം നടത്തി. പൊന്നം UP സ്കൂളിൽ തുടർച്ചയായ 46-ാം വർഷമാണ് സൗജന്യ പഠനോപകരണ വിതരണം നടത്തുന്നത്. പൊന്നം യുവജന സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ 46-ാമത് സൗജന്യ പഠനോപകരണ വിതരണം പൊന്നം UP സ്കൂളിൽ നടന്നു. അഡ്വക്കേറ്റ് MS നിഷാദ് പുസ്തക വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വിതരണം ചെയ്യുന്ന പരിപാടി പൊന്നം യുവജന ക്ലബ്ബ് നടത്തി വരികയാണ്. ഈ പൊന്യത്തെ വർഷങ്ങൾക്ക് ഒരുപക്ഷെ ഒരു 40-45 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ചെറുപ്പക്കാരായിരുന്ന ആളുകൾ, ഇപ്പോൾ ഒരു പൊന്നികൃഷ്ണനൊക്കെ വയസ്സായി, ഇവര് ചെറുപ്പക്കാരായിരുന്ന സമയത്ത് സ്ഥാപിച്ച ക്ലബ്ബാണ് പൊന്നം യുവജന സ്പോർട്സ് ക്ലബ്ബ്. അതിന്നും നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളുടെ പ്രത്യേകത എന്താ? അതൊരു നാടിന്റെ ഐശ്വര്യമാണ് വിദ്യാലയം. അവിടെ പഠിക്കുന്ന നിങ്ങൾ വിദ്യാർത്ഥികളാണ് നാളെ ഈ നാടിന്റെ നിർമ്മാതാക്കളായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായി മാറേണ്ടത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി യുവജന ക്ലബ്ബ് എല്ലാ വർഷവും ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. 13-ാം വാർഡ് മെമ്പർ M നളിനി അധ്യക്ഷയായി. സ്കൂൾ പ്രധാനാധ്യാപിക C ഷൈനി സ്വാഗതം പറഞ്ഞു. കതിരൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭാസ്കരൻ കുരാറത്ത്, പൊന്നം കൃഷ്ണൻ, ഭാസ്കരൻ കാരാടിച്ചി, PK വിനോദ്, U ദാമോദര മാസ്റ്റർ, M മുകുന്ദൻ, PB രാഘവൻ, TK ഷിംന തുടങ്ങിയവർ സംസാരിച്ചു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് കർണാടകയിൽ നിന്നൊഴുകിയെത്തുന്ന തീർത്ഥാടക ലക്ഷങ്ങൾ കണ്ണൂരിന് തുറന്നിടുന്നത് അനന്തമായ ടൂറിസം സാധ്യതകൾ. കൊട്ടിയൂരിൽ ഇത്തവണ ഇതുവരെ 25 ലക്ഷത്തിലേറെ ഭക്തരെത്തിയതിൽ പകുതിയോളം കർണാടകയിൽ നിന്നുള്ളവരാണെന്നാണ് കണക്കാക്കുന്നത്. ജില്ലയുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ഉണർവുണ്ടാക്കുന്ന തരത്തിലേക്ക് വൈശാഖോത്സവം മാറി. കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തിന് കർണാടകയിൽ നിന്നും ഒഴുകിയെത്തിയ തീർത്ഥാടക ലക്ഷ്യങ്ങൾ കണ്ണൂരിന് തുറന്നിടുന്നത് അനന്തമായ ടൂറിസം സാധ്യതകൾ. കൊട്ടിയൂരിൽ ഇത്തവണ 1/4 ലക്ഷത്തിലേറെ ഭക്തരെത്തിയതിൽ പകുതിയോളം കർണാടകയിൽ നിന്നും ഉള്ളവരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജില്ലയുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ഉണർവുണ്ടാക്കുന്ന തരത്തിലേക്ക് വൈശാഖോത്സവം മാറുകയാണ്. കൃത്യമായ ആസൂത്രണത്തോടെ ഇത് ഉപയോഗപ്പെടുത്താനായാൽ മലബാറിലാകെ ടൂറിസം രംഗത്ത് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും. ഇതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾക്ക് സർക്കാർ തലത്തിൽ തുടക്കമിടേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷമാണ് കർണാടകയിൽ നിന്നും കൊട്ടിയൂരിലേക്ക് തീർത്ഥാടകരുടെ അപ്രതീക്ഷിതമായ പ്രവാഹമുണ്ടായത്. പറശ്ശിനിക്കടവ്, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നിവിടങ്ങളിലും വലിയ തിരക്കാണ് ഈ കാലയളവിൽ അനുഭവപ്പെട്ടത്. ഇത്തവണ മാമാനത്തമ്പലം, മൃദംഗശൈലേശ്വരി ക്ഷേത്രം, മാടായിക്കാവ് എന്നിവിടങ്ങളിലേക്കും തിരക്ക് വ്യാപിച്ചു. കണ്ണൂർ സെയിൻറ് ആഞ്ചലസ് കോട്ട, പയ്യാമ്പലം ബീച്ച്, മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച്, ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളിലും
സഞ്ചാരികൾ ഒഴുകിയെത്തി. ഓഫ് സീസണായ മഴക്കാലത്താണ് കച്ചവട ടൂറിസം മേഖലകളിൽ അപ്രതീക്ഷിത ഉണർവേകി കർണാടകയിൽ നിന്നും ആളുകൾ എത്തുന്നത്. മഴയും പുഴയും കാടും മനുഷ്യനുമെല്ലാം ചേർന്ന അപൂർവമായ ആചാരങ്ങളുടെ സൗന്ദര്യമാണ് വൈശാഖോത്സവത്തെ കർണാടകയിൽ വൈറലാക്കിയത്. കർണാടകയ്ക്ക് പുറമെ തമിഴ്നാട്, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും അനേകം തീർത്ഥാടകർ കൊട്ടിയൂരിൽ എത്തുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായ ആസൂത്രണത്തോടെ ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാണ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Telicherry Institute of Advanced Studies, TIAS, Kundurmala, Punya West, Telicherry. Affiliated to Kannur University and approved by Government of Kerala. Admission started. Courses offered: BBA, PCA with AI, BCom Finance, BCom Cooperation, BCom Logistics, BA English. Add-on courses: Mobile App Development, Tally Prime, Certificate in Digital Freelancing, Coding Skill, Digital Marketing, Certificate in Data Management and Advanced Excel. മാനേജ്മെന്റ് മെറിറ്റ് സീറ്റുകൾക്ക് അപേക്ഷിക്കുന്നവർ കോളേജുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പേഴ്സ് 9847 904444, 9847 404444. വെബ്സൈറ്റ് www.tias.in. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Dentaris Dental Clinic Implant and Orthodontic Specialty Center മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ മേക്കുന്ന്, തലശ്ശേരി റോഡ്, കൂലോത്ത് സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ.
ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023222803 9497360333.